തൃശ്ശൂല് വേറെ ആരുമല്ല, നിന്റെ സ്വന്തം സുഹൃത്തല്ലേ. നിങ്ങൾ ഒന്നിച്ച് ജനിച്ചു വളർന്നവരല്ലേ. ഹീസ് ലൈക്ക് എ ബ്രദർ. ശരിയാ, ഞങ്ങൾ ഒന്നിച്ച് തന്നെ വളർന്നത്. വളർന്ന് വലുതാകുമ്പോ എന്റെ സ്ഥാനം അവന് കിട്ടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനെ ഞാൻ നേരത്തെ തന്നെ കൊന്നു കളഞ്ഞേനെ. പക്ഷെ അത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയില്ല. ദാറ്റ്സ് മൈ ബാഡ് ലക്ക്. ത്രിവിക്രം, നിന്റെ ഈ വാശിയും വൈരാഗ്യം ഒക്കെ വിട്ടിട്ട് പോയി തൃശ്ശൂരിനോടൊന്ന് സംസാരിക്കേ. അവന് നിന്നോട് ഒരു ദേഷ്യവും ഉണ്ടാവില്ല. ഡാഡിക്ക് പറ്റുമെങ്കിൽ പോയി വിളിച്ചോ. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. അങ്കിൾ, മക്കള് വലുതായി കഴിഞ്ഞാൽ ഇങ്ങനെ കുട്ടികളായിരിക്കുന്നതായിരുന്നു നല്ലത്. ആ സമയത്ത് എന്തെങ്കിലും തെറ്റ് ചെയ്താ അവരെ നമുക്ക് തിരുത്താം, അല്ലെങ്കിൽ 2 അടിയെങ്കിലും കൊടുക്കാം. പക്ഷെ വളർന്നു കഴിഞ്ഞാ താൻ വലിയ ആളായി എന്ന അഹങ്കാരം. എന്തെങ്കിലും കൂടുതലായിട്ട് അവരോട് പറഞ്ഞാ തിരിച്ചെങ്ങനെയാ പ്രതികരിക്കാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്റെ കാര്യത്തിൽ ഒട്ടും മാറ്റമില്ല. ത്രിവിക്രം എത്ര വലിയ തെറ്റ് ചെയ്താലും ഞാൻ സഹിക്കുമോളെ. പക്ഷേ തൃശ്ശൂര് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് എല്ലാം ഒന്ന് പഴയതുപോലെ ആയാൽ മതിയായിരുന്നു. അതുമാത്രം മതി എനിക്ക്. കഴിഞ്ഞോ? സോറി, ഡാഡി എന്നെ ടെൻഷനാക്കി, അതുകൊണ്ട് ഞാൻ വലിച്ചതാ. സ്മോക്ക് ചെയ്ത നിന്റെ ടെൻഷൻ കുറഞ്ഞു കിട്ടുമോ? കുറയുന്നത് നിന്റെ ആയുസ് മാത്രം, കൂടെ നിന്റെ ആരോഗ്യമാണ് ത്രിവിക്രം. എന്തിനാ നിനക്ക് ഇത്രയും ദേഷ്യം? അങ്കിളിനോട് എന്തിനാ ഇത്രയ്ക്ക് ദേഷ്യത്തിൽ നീ സംസാരിച്ചേ? ഡാഡി പറഞ്ഞു ശരിയാണോ? ഒരു ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എന്നെ ഫോഴ്സ് ചെയ്താ പിന്നെ ഞാൻ റിയാക്ട് ചെയ്യുന്ന എങ്ങനെയായിരിക്കും? ഇതിന് മാത്രം നിനക്ക് തൃശ്ശൂലിനോട് എന്താ ഇത്ര ദേഷ്യം? അവൻ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? അതിനി എന്റെ വായിന്ന് കേൾക്കണോ? അവൻ വെറും വീട്ടു ജോലിക്കാരനാ. എന്നിട്ട് എന്റെ വീട്ടിൽ വന്ന് എന്റെ ദേഹത്ത് കൈവച്ചു. അപ്പൊ ദേഷ്യം വരില്ല എനിക്ക്. അവൻ എന്തിനാ നിന്നെ തല്ലാൻ വന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞിരേണ്ട ആവശ്യമില്ലല്ലോ. അവൻ നിന്നെ അടിക്കാൻ വന്നത് തെറ്റ് തന്നെയാ. പക്ഷേ പിന്നീട് അവനൊരു പുണ്യപ്രവൃത്തി ചെയ്തില്ലേ ത്രിവിക്രം? നിന്റെ ഡാഡിയുടെ ജീവൻ രക്ഷിച്ചത് അവനാ. ഓർമ്മയില്ലേ നിനക്ക്? അത് ഞാൻ എങ്ങനെ മറക്കാനാ? ആ തൃശ്ശൂലവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ദിഗ്വിജയുടെ ഫോട്ടോ ഈ വീട്ടില് മാലയിട്ട് വെച്ചേനെ. ഒരു ജീവൻ രക്ഷിക്കുന്നതിനേക്കാൾ വലിയ കാര്യം മറ്റൊന്നുമില്ല ത്രിവിക്രം. ആരെങ്കിലും നമുക്ക് നല്ലത് ചെയ്താ അവരുടെ ഭാഗത്തുനിന്ന് എന്ത് തെറ്റ് വന്നാലും നമ്മളത് ക്ഷമിച്ചേ പറ്റൂ. നോ, ഈ വിഷയത്തിൽ എന്നെ വെറുതെ ഫോഴ്സ് ചെയ്യേണ്ട കാര്യമില്ല. ത്രിവിക്രം, തൃശ്ശൂൽ ആരാന്ന് പറഞ്ഞേ? നിന്റെ ആത്മാർത്ഥ സുഹൃത്തല്ലേ? ഇത്ര നാളും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുണ്ടായിട്ട് ഇപ്പൊ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ശരിയല്ല ത്രിവിക്രം. അവൻ നേരത്തെ എന്റെ കൂട്ടുകാരനായിരുന്നു. ആ സമയത്ത് എനിക്കൊരു തെറ്റുപറ്റിപ്പോയി. കൂട്ടുകാരനായിട്ട് ഞാൻ കൂടെ കൂട്ടി. പക്ഷെ ഇപ്പൊ ഞാൻ ആ തെറ്റ് തിരുത്തിയിരിക്കുക. ത്രിവിക്രം, ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്നതിലൂടെ നിനക്ക് എന്താ കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് എല്ലാവരിൽ നിന്നും കിട്ടുന്ന ഒന്നല്ല. നിഷ്കളങ്കമായ സ്നേഹം കിട്ടുന്നത് 1000-ൽ ഒരാൾക്കാ. അത് നിനക്ക് കിട്ടിയിട്ടുണ്ട്. അതിനകറ്റ് നിർത്തരുത് ത്രിവിക്രം. ശിവാനി പ്ലീസ്, താനും ഡാഡി പോലെ സംസാരിക്കല്ലേ. ത്രിവിക്രം, ശിവാനി, ഐ എം സോറി. ഐ എം റിയലി സോറി. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഞാൻ പറഞ്ഞു പോയതാ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ വിഷയം നമുക്ക് ഇവിടെ വെച്ച് വിടാം. ത്രിവിക്രം, ത്രിവിക്രം, ഇവൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ? മഹാദേവ, എന്താ ഇനി ചെയ്യാ? നാഗലോകത്തിന്റെ ഓർമ്മകൾ അവനിലേക്ക് വരാൻ വൈകുന്നത് കൊണ്ടാണോ ഇവൻ ഇങ്ങനെ പെരുമാറുന്നത്? ഈ വീടിനെന്തോ സർപ്പദോഷം ഉള്ളതുകൊണ്ട് ഹോമം ചെയ്യണമെന്നും പറയുന്നുണ്ട്. അത് നടന്നു കഴിഞ്ഞാ പിന്നെ എനിക്ക് ഈ വീട്ടിലേക്ക് കടക്കാനാവില്ല. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ത്രിവിക്രമനെ പഴയ ഓർമ്മകളെല്ലാം തിരികെ കൊണ്ടുവന്ന് എന്റെ കൂടെ നാഗലോകത്തേക്ക് കൊണ്ടുപോയേ പറ്റൂ. ഹീറോ 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 ഞാനാണ് ഞാനാണ് ഞാനാണ്. ഗോവിന്ദ, അമ്മേ, എന്താ അമ്മേ? കുറച്ചെങ്കിലും കാര്യഗൗരവം ഉണ്ടോ നിനക്ക്? എന്താ അമ്മ ഇങ്ങനെ ചോദിക്കുന്നേ? എന്നെ പോലെ കാര്യഗൗരവമുള്ള ആൾക്കാർ ഭൂമിയിൽ ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ സമയാസമയം മഴയും വെയിലൊക്കെ കിട്ടുന്നത്.
നന്നായിട്ട് സംസാരിക്കുന്നു അതിനൊരു കുറവുമില്ല. പിടിക്ക. തുലാഭാരത്തിന് വേണ്ട സാധനങ്ങളുടെ വിവരം ഇതിൽ എഴുതിയിട്ടുണ്ട്. പോയി വാങ്ങിട്ട് വാ. ഞാനോ? ആ നീ തന്നെ പിടിക്ക. ഇത്രയും സാധനങ്ങളോ? എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോൺ ചെയ്ത് പറയാം. ആഹാ, കുറഞ്ഞു പോയി. എന്താടാ? അല്ല, ലിസ്റ്റ് വായിച്ചതാ. ആ ഗോവിന്ദ, നീ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുക? അടുക്കളേക്കുള്ള സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. നീ പോയി കറക്റ്റ് ആയിട്ട് ഇതെല്ലാം മേടിച്ചോണ്ട് വാ. വീണ്ടും ഒരു ലിസ്റ്റോ? അതെ, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? ഇത്രയും സാധനവും? കാര്യപ്രാപ്തി എന്നത് ശരീരത്തിന് നല്ലതാണെന്നാ വിചാരിച്ചത്. ഇത് എനിക്ക് തന്നെ പാരയായല്ലോ. അങ്കിളെ, എന്താ മോളെ? എന്താ പറ്റിയേ? എന്തെങ്ങനെ പേപ്പറൊക്കെ തലേ കൂടി ഇട്ടിരിക്കുന്നത്? ഇത് നിന്റെ അമ്മ തന്നതാ. ഇതാണെങ്കിലോ നിന്റെ അമ്മമ്മ തന്നത്. ആക്ച്വലി അങ്കിളെ, നാളേക്ക് ഈ ലിസ്റ്റിലുള്ള സാധനങ്ങൾ പിടിച്ചോണ്ട് തരൂ. പിന്നെ ലിസ്റ്റോ? ആക്ച്വലി ഒന്നല്ല 2. പിടിച്ചോ. ബൈ. അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞിട്ട് ശിവാനി കാണുന്നില്ലല്ലോ. ചിലപ്പോ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കായിരിക്കും. വെയിറ്റ് ചെയ്യാം. ഇവനെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? ഇവന്റെ മുഖം കാണുന്ന പോലെ ഇപ്പൊ എനിക്ക് ഇഷ്ടമല്ല. ഹായ് ശിവാനി. നമസ്കാരം മാഡം. രണ്ടാളും വന്നത് എന്തായാലും നന്നായി. നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. ഞാൻ പോയി പൂജ ചെയ്യിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാം. അല്ല ശിവാനി, പെട്ടെന്ന് തിരിച്ചു വരാന്നേ. നിന്നോട് ഞാനെന്ത് സംസാരിക്കാനാ? ഇനി നിന്നോട് ഒരിക്കലും സംസാരിക്കാൻ പോകുന്നില്ല. നീ എന്റെ മനസ്സിൽ എവിടെയും ഇല്ല. നിന്നോടുള്ള സ്നേഹം, ആത്മാർത്ഥത എല്ലാം നീ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ശിവാനി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ വെറുതെ വിടുക. ഇല്ലായിരുന്നെങ്കിൽ കയ്യിൽ കാശുള്ള എന്റെ അഹങ്കാരം നിനക്ക്. ഒരു കാര്യമില്ലാതെ എന്റെ പാവം സുന്ദരിയെ നീ കൊന്നു കളഞ്ഞു. അത്രയുള്ള നിന്റെ വിവരം. ത്രിവിക്രം, ഇതെന്താ രണ്ടാളും ഒന്നും മിണ്ടാതെ ഇങ്ങനെ മാറി നിൽക്കുന്നേ? ഇത്രയൊക്കെ സംസാരിച്ചു കഴിഞ്ഞോ? തൃശൂൽ, ശിവാനി, ഇഫ് യു ഡോണ്ട് മൈൻഡ് നമുക്കിവിടുന്ന് പോയാലോ? അമ്പലത്തിലേക്ക് വന്നിട്ട് ഇത്ര വേഗം തിരിച്ചു പോവാനോ? ഒരു 10 മിനിറ്റ് ഇരുന്നിട്ട് പോവാം നമുക്ക്. താനെന്ന് അവിടെ ഇരിക്കും, ഞാൻ പുറത്തു വെയിറ്റ് ചെയ്യാം. ത്രിവിക്രം, അതിന്റെ ആവശ്യമില്ല. നിനക്കെന്നോട് സ്നേഹമുണ്ടെന്ന് ഉറപ്പല്ലേ? ഓഫ് കോഴ്സ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് എനിക്ക് നടത്തി തരുന്ന എനിക്ക് വാക്കുതാ. എന്തത്? ആദ്യം വാക്കുതാ, എന്നിട്ട് ഞാൻ പറയാം.
ശരി. ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. തൃശൂൽ, നീ എന്നെ ബഹുമാനിക്കുന്നുണ്ടെന്ന് ഉറപ്പല്ലേ? ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് നടത്തി തരില്ലേ? എന്താ ശിവാനി അങ്ങനെ ചോദിക്കുന്നത്? നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ റെഡിയല്ലേ? ആദ്യം ഞാൻ ചോദിക്കുന്നത് എനിക്ക് നടത്തി തരുമെന്ന് വാക്ക് താ. നീ തന്നിരിക്കുന്നു. ശിവാനി തൃശ്ശൂരിനോട് എന്തായി സംസാരിക്കുന്നത്? അവന്റെ കയ്യിൽ നിന്ന് അവൾ പ്രോമിസ് വാങ്ങിക്കുകയാണല്ലോ. അപ്പൊ ശരി, നീ എന്റെ കൂടെ വന്നേ. എവിടേക്കാ? വാ, പറയാം, വാ. ത്രിവിക്രം, ശിവാനി, ഞാൻ പോവാ. നമുക്ക് പിന്നെ കാണാം. ത്രിവിക്രം, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലാന്ന്. ഇപ്പൊ നിങ്ങൾ രണ്ടാൾ ഇവിടെ തന്നെ നിൽക്കണം, എന്റെ മുന്നിൽ വെച്ച് സംസാരിക്കണം. നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. എനിക്ക് വാക്ക് തന്നതല്ലേ, നിങ്ങൾ രണ്ടാളും സംസാരിച്ചേ പറ്റൂ. മാഡം, അത് നടക്കില്ല. നിങ്ങൾക്ക് രണ്ടാൾക്കും എന്നോട് ആത്മാർത്ഥമായിട്ട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ശിവാനി, താൻ എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. നിങ്ങൾക്ക് രണ്ടാൾക്കും ഞാനാണോ മുഖ്യം, അതോ നിങ്ങളുടെ വാശിയാണോ മുഖ്യം? ശിവാനി, നിന്നെ എനിക്ക് വേണം. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. ശിവാനി, ഞാൻ അവനോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമാകുമെങ്കിൽ ഞാൻ സംസാരിക്കാം. നിനക്ക് സന്തോഷം ഉണ്ടാകാൻ വേണ്ടി എന്റെ വാശി മുഴുവൻ മാറ്റിവെക്കാൻ ഞാൻ റെഡിയാണ്. ഹായ്. ഹായ് കൊച്ചു മുതലാളി. ഇനി നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം. പഴയതെല്ലാം മറന്നേക്കാം. പക്ഷെ നീ ചെയ്ത തെറ്റ് മാത്രം ഞാൻ എൻ്റെ ജീവിതത്തിൽ മറക്കില്ല. ശിവാനിയുടെ മുമ്പിൽ മാത്രമേ നമ്മളിങ്ങനെ ഒന്നായിരിക്കുള്ളൂ. ഇതെല്ലാം വെറും നാടകം മാത്രം. എന്റെ വഴിക്ക് തടസ്സമായി നിൽക്കുന്ന നിന്നെ ഞാൻ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കി കാണിച്ചു തരാം. ഗോവിന്ദ, ഗോവിന്ദ, പൂ എടുത്തോണ്ട് വാടാ. എല്ലാ സ്ഥലവും പോയി ഡെക്കറേറ്റ് ചെയ്യും. ആയിക്കോട്ടെ. ആ ഗോവിന്ദ, ആ കാറ്ററിംഗുകാരോട് ഭക്ഷണം റെഡിയാവുന്ന നീ ഒന്ന് വിളിച്ച് ചോദിക്കും. ഇപ്പൊ തന്നെ ചോദിക്കാം. നിക്ക്. ഡാ ഗോവിന്ദ, എന്താ അളിയാ? സ്വാമികൾ വരാനുള്ള സമയമായി. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കി. ശരി അളിയാ, ഇപ്പൊ ചെയ്യാം. അങ്കിളെ, എന്താ മോളെ? ഞാൻ പറഞ്ഞ ലിപ്സ്റ്റിക്കിന്റെ കളർ ഏതാ? അങ്കിൾ കൊണ്ടു തന്ന ലിപ്സ്റ്റിക്കിന്റെ കളർ ഏതാ? ഇതാ പിടിച്ചോ. അല്ല, മോളെ. എനിക്കിന്റെ ആവശ്യമില്ല. ഇതെനിക്കെന്തിനാ? അയ്യോ, എനിക്ക് വയ്യേ. ഇതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആ തൃശ്ശൂലിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അയ്യോ, എടാ തൃശ്ശൂലേ, നീ ഇത് എവിടെയാടാ? വരുവാങ്കിലേ. കൊച്ചു മുതലാളി, അയ്യോ, എന്തായാലും വന്നല്ലോ. ദൈവത്തെ പോലെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. വാ വാ, കുറച്ച് പണിയുണ്ട്. വേഗം വാ. വാ വാ.
ഒന്ന് വേഗം വാടാ, കുറച്ച് പണിയുണ്ടെന്ന്. മുതലാളി ആ അനുഗ്രഹിക്കും. നന്നായി വരട്ടെ, നന്നായി വരട്ടെ. 100 വർഷം ഇതേപോലെ സന്തോഷമായിട്ടിരിക്കണം. ഡാ, നീ ഇല്ലാതെ ഈ വീട്ടിൽ ഒരു ഐശ്വര്യമില്ല മോനെ. എന്താണ് ഇത്രയും ദിവസം ഇങ്ങോട്ട് വരാതിരുന്നത്? ഞാനിപ്പോ വന്നല്ലോ മുതലാളി. അതൊക്കെ വിട്ടേക്ക്. മുതലാളി ഇപ്പൊ ആരോഗ്യം എങ്ങനെയുണ്ട്? നീ തിരിച്ചു വന്നില്ലടാ, എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി. ശരി ശരി, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, സംസാരിക്കാൻ സമയമില്ല. മാഡം, നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ ഈ വീട്ടിലെ അതിഥിയല്ലേ, അവിടെ പോയിരിക്കും. ചെല്ലുന്നേ. ഹേയ്, ഹായ് ഡാർലിംഗ്. എന്റെ ചക്കര കുട്ടി. പിന്നെ എന്തൊക്കെയുണ്ട്? കാശി യാത്രയ്ക്ക് എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. നീ എന്നോട് സംസാരിക്കണ്ട. അതെന്താ? അല്ലടാ, ഞാൻ കാശിയിൽ പോയി തിരിച്ചു വന്ന കാര്യം നീ അറിഞ്ഞിട്ടും എന്നെ കാണാൻ വേണ്ടി നീ ഇങ്ങോട്ട് വന്നില്ലല്ലോ. ഹോ, എന്താണ് ഡാർലിംഗ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാനിപ്പോ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നറിയോ? എന്തിനാ? നിങ്ങളെ കാണാൻ വേണ്ടിയല്ല ഞാൻ ഇവിടേക്ക് ഓടി വന്നേ. ആ, സംസാരിച്ച് വളയ്ക്കാൻ നീ മിടുക്കനാണല്ലോ. അയ്യോ, നിങ്ങൾ കാശിയും തിരിച്ചു വരുമല്ലോ എന്ന് ആലോചിച്ച് വല്ലാത്ത ടെൻഷനിലായിരുന്നു ഞാൻ. എന്താടാ മോനെ? പിന്നല്ലാതെ ഈ സ്വീറ്റ് 16 ബ്യൂട്ടിഫുളിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയാലോ? എടാ കൊച്ചു കള്ള. സോറി ഞാൻ പോരാ. കൊച്ചമ്മേ, എന്താ ഇതൊക്കെ? എന്തിനാ ഇതൊക്കെ എന്നെ എടുത്തോണ്ട് വരുന്നത്? എവിടെ സ്ഥലത്ത് പോയിട്ട് റെസ്റ്റ് ചെയ്ത് ചെല്ലുന്നേ, ഞാൻ നോക്കിക്കോളാം. ഗോവിന്ദനങ്ങളെ, എന്ത് പറ്റി? എന്തിനിങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നേ? എന്താടാ ഞാൻ പറയേണ്ടത്? എങ്ങനെയൊക്കെയാ ഞാൻ പറയേണ്ടത്? ഈ വീട്ടിൽ ഓരോരുത്തരും എന്നോട് ഓരോ ജോലി പറയും. ഒരാള് തെക്കോട്ട് പോകാൻ പറയും, ഒരാള് വടക്കോട്ട് പോകാൻ പറയും, ഒരാള് കിഴക്ക് പറയും, ഒരാള് പടിഞ്ഞാറ് പറയും. ഇനി എല്ലാ ജോലിയും ഞാൻ ചെയ്തോളാം. വാ, എഴുന്നേറ്റേ, എവിടെയും പോയി റെസ്റ്റ്. ഞാനല്ല പറയുന്നേ, ഒന്ന് എഴുന്നേറ്റേ. വാ, ഈ സോഫയിൽ ഇരുന്ന് ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്താൽ മതി. അതെ, ഇവിടെയുള്ള ബാക്കി ജോലികളൊക്കെ ഞാൻ പട്ടപ്പട്ടയം വന്ന് തീർത്തരാന്നേ. തൃശ്ശൂർ ഇങ്ങോട്ട് തിരിച്ചു വരുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. എന്റെ വാക്കുകൾ അനുസരിച്ച് നീ അവനെ തിരിച്ചിങ്ങോട്ട് കൊണ്ടുവന്നില്ല മോനെ. അവൻ അപ്രീഷിയേറ്റ് ചെയ്യൂ. ഡാഡി, ഞാൻ ആരുടെയും വാക്കിന് കോംപ്രമൈസ് ആയല്ല. ശിവാനി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവനോട് സംസാരിച്ചു. ശിവാനി, നീ വീടിനെ വീണ്ടും ഐശ്വര്യപൂർണ്ണമാക്കില്ല മോളെ. നിന്നോട് എങ്ങനെയാ താങ്ക്സ് പറയേണ്ടത് എനിക്കറിയില്ല. അങ്കിൾ, ഇതിനെല്ലാം എന്തിനാ താങ്ക്സ് പറയുന്നത്? ഇതെന്റെ കടമയാണ്. ഞാൻ മരുമകളായി വരാൻ പോകുന്ന ഈ വീട്ടില് സന്തോഷ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ഇത്രയെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അവനാ ഈ വീടിന് ഐശ്വര്യം. ഡാഡി അവനെ പറ്റി ഓരോന്നിങ്ങനെ പറയുമ്പോ കത്തിയെടുത്ത് കുത്തുന്ന പോലെ എനിക്ക്. ശിവാനി ഇതിനിടയ്ക്ക് കയറി വന്നില്ലായിരുന്നെങ്കിൽ അവന്റെ നിഴല് പോലും ഈ വീട്ടിൽ വീടില്ലായിരുന്നു. ബ്രാവോ, ഇതിന് ഞാൻ അന്ന് കൊന്നുകളഞ്ഞല്ലേ, പിന്നെ എങ്ങനെ ഇതിവിടെ വന്നു? ഹായ് സുന്ദരി, എന്നെ അന്വേഷിച്ചു വന്നതാണോ നീ? എന്റെ മുത്തുമണിയാ നീ. ശിവാനി, ഇത് സുന്ദരി. ആ സുന്ദരിയല്ല, അവളിനി ഒരിക്കലും തിരിച്ചു വരില്ലല്ലോ. അവള് പോയ ദുഃഖം മാറ്റാൻ വേണ്ടി വന്ന പുതിയ സുന്ദരിയാ ഇവള്. അല്ല, ഇതിനെവിടുന്ന് കിട്ടിയ? കിട്ടിയതല്ല ത്രിവിക്രം, എനിക്ക് കൊണ്ടുതന്നതാ. ആര്? അത് എന്റെ സങ്കടം സഹിക്കാൻ പറ്റാതെ എന്റെ വിഷമം മാറ്റുന്നതിനായിട്ട് തൃശ്ശൂരിൽ കൊണ്ടുതന്നതാ ഈ പുതിയ സുന്ദരിയെ എനിക്ക്. അങ്ങനെയല്ലേ സുന്ദരി? തിരുമേനി ഇവിടെ വെച്ചിട്ടുണ്ടോ? ഇനി വേറെന്തെങ്കിലും ഇവിടെ ആവശ്യമുണ്ടോ? എല്ലാ സാധനങ്ങളും ഇല്ലെന്ന് ഒന്നുകൂടി ഒന്ന് നോക്കിയാരെ, അത്രേ ഉള്ളൂ.